സാങ്കേതിക സർവകലാശാലയിൽ വിസിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ വിസമ്മതിച്ച് രജിസ്ട്രാർ. വൈസ് ചാൻസലർ പിരിച്ചുവിട്ട സിൻഡിക്കേറ്റ് യോഗം പിന്നീട് നടത്തിയ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നടപടി ചോദ്യം ചെയ്തിരുന്നു. ഇത് റദ്ദാക്കിക്കൊണ്ടുള്ള നിർദ്ദേശം ഉത്തരവായി ഇറക്കാൻ രജിസ്ട്രാർ എ പ്രവീൺ വിസമ്മതിച്ചു. തുടർന്ന് അനധികൃത സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കി വിസി നേരിട്ട് ഉത്തരവിറക്കി. വിവരങ്ങളുമായി ശാലിനി ചേർന്നു. ശാലിനി, സാങ്കേതിക സർവകലാശാലയിലാണ് വൈസ് ചാൻസലറും രജിസ്ട്രാറും രണ്ട് തട്ടിൽ. അവർ പരസ്പര വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. ില്ലാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ വിസിയും അംഗങ്ങളുമായി നടന്ന വാഗ്വാദം. ഇതേ തുടർന്ന് വൈസ് ചാൻസലർ ഈ യോഗം പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് വലിയ രീതിയിലുള്ള വിവാദമാകുകയും ചെയ്തൊരു പശ്ചാത്തലവും നിലനിൽക്കുന്നുണ്ട്. വിസിയുടെ അഭാവത്തിൽ നടത്തിയ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നടപടികൾ റദ്ദാക്കിക്കൊണ്ടുള്ള വിസിയുടെ തന്നെ നിർദ്ദേശം അത് ഉത്തരവായി ഇറക്കാനാണ് വിസി ഇപ്പോൾ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയത്. പക്ഷേ രജിസ്ട്രാർ എ പ്രവീൺ ഇതിൽ വിസമ്മതം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. യോഗം പിരിച്ചുവിട്ടതിന് ശേഷം രജിസ്ട്രാർ സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിളിച്ചു ചേർത്ത മറ്റൊരു യോഗത്തിൽ പങ്കെടുത്തതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദീകരണം വിസി തേടിയെങ്കിലും ആ വിശദീകരണം നൽകാൻ രജിസ്ട്രാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഉത്തരവ് തനിക്കിറക്കാൻ കഴിയില്ലെന്ന് രേഖാമൂലം വിസിക്ക് മറുപടി നൽകിയതിനെ തുടർന്ന് വിസി ഡോക്ടർ കെ ശിവപ്രസാദ് തന്നെ അനധികൃത സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കിക്കൊണ്ട് നേരിട്ട് ഉത്തരവിറക്കുകയായിരുന്നു. എന്നാലും സിൻഡിക്കേറ്റ് യോഗ തീരുമാനങ്ങൾ നടപ്പാക്കരുതെന്ന് കാട്ടിക്കൊണ്ട് എല്ലാ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കും ഇമെയിൽ മുഖേന വിസി ഇപ്പോൾ നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. അസാധുവാക്കിയ അല്ലെങ്കിൽ റദ്ദ് ചെയ്തൊരു നടപടി ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നടപടികൾ ആരും സ്വീകരിക്കരുത്, അതിനെ ഒരു രേഖാമൂലമായിട്ടുള്ള യോഗമായി കണക്കാക്കരുത് എന്നുള്ളതാണ് വിസി പറഞ്ഞിട്ടുള്ളത്. ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ സാങ്കേതിക സർവകലാശാലയിലെ വിസിയും രജിസ്ട്രാറും ഈ രണ്ട് തട്ടിൽ തുടരുന്നത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെക്കുന്നുണ്ട്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം എജിയുടെ റിപ്പോർട്ട് അടക്കം സർവകലാശാലയിൽ വന്നിട്ടുള്ളത്. ക്രമാതീതമായി വാഹനങ്ങൾ സിപിഎമ്മിന്റെ ഇഷ്ടക്കാർക്ക് വേണ്ടിയിട്ട് വാഹനങ്ങൾ അവിടുത്തെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉപയോഗിച്ചു. ഒപ്പം തന്നെ അവിടുത്തെ ജീവനക്കാർ അടക്കമുള്ളവർക്ക് അധികമായി പണം നൽകി. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എജിയുടെ റിപ്പോർട്ട് അടക്കം വന്ന സാഹചര്യത്തിൽ ഇതടക്കം നിലനിൽക്കുമ്പോഴാണ് രജിസ്ട്രാറും വിസിയും തമ്മിൽ ഇരു തട്ടിൽ തുടരുന്നത്. അതെ, രജിസ്ട്രാർ സാങ്കേതിക സർവകലാശാലയിലാണ് വിസിയും രജിസ്ട്രാറും തമ്മിലുള്ള തർക്കം തുടരുന്നത്. അത് അവിടുത്തെ ഭരണ നിർവഹണത്തെ പോലും ബാധിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.